അതായത് 2 കണ്ണുകളും 2 കാതുകളും 2 കൈകളും 2 കാലുകളുമുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? 2 ജീവിതം ജീവിച്ച ആളുകളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയെന്ന് വെച്ചാൽ 2 അച്ഛന്, 2 അമ്മ, 2 തരം സുഹൃത്തുക്കള്, 2 ജോലി, 2 കുടുംബം, 2 കാമുകി. 2 കാമുകി, 2 കാമുകിമാരാ. ഇങ്ങനെ ചെയ്ത ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? രാമൻകരി അനന്തൻ മകൻ മുരുകേശ ഭൂപതി ഓഹോന്ദ്രൻ എന്ന റാംബോ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇത് സത്യമോ നുണയോ എന്ന് നമുക്കറിയണ്ടേ? പോയി നോക്കാം. റെക്കോർഡ്. എൻ്റെ മകനാണ് സാർ. ഈ തോളത്തും മടിയിലും കയ്യിലും കൊണ്ടു നടന്ന് വളർത്തിയ മകനാണ് സാർ. ഇങ്ങനെ ഒരു പ്രതികരണവുമില്ലാതെ അവൻ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല സാർ, സഹിക്കുന്നില്ല. ഞാനാണ് റാംബോയുടെ അച്ഛൻ. ടെൻഷൻ ആവാതിരിക്കുക. ആരാണ് ഇപ്പൊ പുതിയ അച്ഛനായിട്ട് വന്നിരിക്കുന്നത് റാംബോയുടെ? എടാ ലൂയിസേ, എവിടെ പോയടാ എല്ലാം? നമസ്കാരം സാർ. വരാൻ കുറച്ച് താമസിച്ചു പോയി. മാഡം, നിങ്ങള്? ഞാൻ റാംബോയുടെ അമ്മായിയാണ് സാർ. എന്റെ പേര് ശശികല. ഈ റാംബോയ്ക്ക് ചെറുപ്രായത്തില് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? ആ ക്യാമറയിൽ നോക്കി പറയൂ. അവന്റെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു സാർ. ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഞങ്ങളുടെ കുടുംബത്തിനൊരു ശാപമുണ്ട് സാർ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ കല്യാണം കഴിച്ചിട്ടില്ല. പറയാൻ പോവുകയാണെങ്കിൽ ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണ് ആരെങ്കിലും എടുക്കുകയോ ഇങ്ങോട്ട് തരികയോ ചെയ്താൽ ജീവഹാനി സംഭവിക്കുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ കുടുംബമായി സംബന്ധം വയ്ക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇന്നും ഞങ്ങൾ ഒറ്റത്തടിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു സാർ. എടാ, ഈ കുടുംബത്തിൽ കല്യാണം നടക്കില്ലടാ. അഥവാ നടന്നാൽ പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെ കളിയാക്കുന്നവരുടെ മുഖത്ത് കരി തേക്കാനായി എന്റെ ചേട്ടൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറിനെ സ്നേഹിച്ചു കല്യാണം കഴിക്കാൻ അവൻ തീരുമാനിച്ചു. എവിടേക്കാ കൊണ്ടുപോകുന്നേ? ഒരു മുസ്ലിം പെൺകുട്ടിയായ മുംതാസിനെ നാട്ടുകാരെ മുന്നിൽ വെച്ച് അവൻ കല്യാണം കഴിച്ചു. അതിന് കാരണം അവൻ ആ പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം ഉണ്ടെന്ന് നാട്ടുകാരൊക്കെ വിശ്വസിച്ചിരുന്നില്ലേ? അതൊരു അന്ധവിശ്വാസമാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയിച്ച് നല്ലപോലെ ജീവിക്കണമെന്ന് അവൻ വല്ലാതെ കൊതിച്ചു സർ. എല്ലാരും നോക്കടാ. എല്ലാരും നന്നായിട്ട് നോക്കിയോ. കുഞ്ഞു പറഞ്ഞ എല്ലാവർക്കും നല്ല നേരം. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ ഇത് കാണുവാനായിട്ട് നാട്ടുകാർ മുഴുവനും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപമില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിശ്വസിച്ചു. ശരിക്കും ആ കുഞ്ഞ് ജനിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നു സർ. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ജനിച്ചവനാണ് റാംബോ. എന്നാൽ റാംബോ ജനിച്ച ഉടനെ കുറെ നാൾ സന്തോഷമായി കഴിഞ്ഞ ഞങ്ങളുടെ കുടുംബം പഴയതുപോലെ വീണ്ടും ശാപത്തിന്. എനിക്കൊരു മോൻ ജനിച്ചിരിക്കാടാ. അവന്റെ പേര് ഓഹോന്തിരൻ. രാമങ്കരി അനന്തൻ മുരുകേശ ഭൂപതി ഓഹോന്തിരൻ. എടാ ഓഹോന്തിരൻ എന്ന് പറഞ്ഞു. റാംബോ ജനിച്ച അന്ന് അവന്റെ അച്ഛൻ, അതായത് എന്റെ ചേട്ടൻ, അന്ന് തന്നെ മരിക്കുകയും ചെയ്തു. മറന്നുപോയ ഞങ്ങളുടെ കുടുംബശാപം റാംബോയുടെ രൂപത്തിൽ തിരിച്ചു വന്നു. എന്റെ ചേട്ടൻ മരിച്ച ദുഃഖത്തിൽ എന്റെ ഏടത്തിക്ക് സ്റ്റോക്ക് വന്നു. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഏടത്തി മറന്നിരുന്നു. നടക്കാൻ പറ്റാതെയുമായി. എന്നാൽ അവർക്ക് ഓർമ്മയുള്ള ഒരേ ഒരു മുഖം അവരുടെ മകനായ റാംബോയുടേത് മാത്രമാണ്. റാംബോ ജനിച്ച ഉടനെ നാട്ടുകാർക്ക് ഒരു നിർഭാഗ്യവനാണെന്ന് കരുതാൻ തുടങ്ങി. നീ എന്തിനാടാ ലൈറ്റ് ഇട്ടെ? നിന്നോടൊക്കെ ഈ വാതിക്കെ കൂടി നടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇവനാണോ ലൈറ്റ് ഇട്ടത്? ഇവൻ കൈവച്ചാ ഇങ്ങനെ സംഭവിക്കും. എന്ത് രസമായി ചോക്കോബാറ്. ചേട്ടാ ചോക്കോബാറ് തരാമോ? ചോക്കോബാറൊന്നും ഇല്ലടാ. തീർന്നു പോയടാ. കുറച്ചുകൂടെ കഴിഞ്ഞു വന്ന് വാങ്ങിച്ചോ. എന്താടാ നീ എപ്പോഴും തീർന്നു കഴിഞ്ഞിട്ട് ഒന്ന് ചോദിക്കുന്നത്? അവൻ സ്വയമായി ഒരു നിർഭാഗ്യവനാണെന്ന് കരുതാൻ തുടങ്ങി. ഒരിക്കലും ഞങ്ങൾ അവന്റെ മുമ്പിൽ ഇഷ്ടക്കേട് പ്രവർത്തിച്ചിട്ടില്ല. അവൻ കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു.
റാംബോ നീ കുറച്ചേരം അങ്ങോട്ട് പോയി നിൽക്കുമനെ. ചെല്ല്, അമ്മയ്ക്കൊന്നും ആവില്ല. ചെല്ല്, വേം ചെല്ല്. പേടിക്കണ്ട പേടിക്കണ്ട, ഒന്നുമില്ലെന്നേ. സമാധാനിക്കേ. ഈ നശിച്ചവൻ അടുത്ത് വന്ന ഇങ്ങനെയൊക്കെ വരും. ദേ ഇപ്പൊ കണ്ടില്ലേ, അവൻ പോയപ്പോ തന്നെ അവളുടെ അസുഖം മാറിയത് നിങ്ങൾ തന്നെ കണ്ടതല്ലേ. ഇനിയെങ്കിലും അവൻ ഇവളുടെ അടുത്ത് വരാതെ നോക്കണം. അത് മാത്രമാണ് ഇവർക്ക് നല്ലത്. അമ്മേ, അമ്മേ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോ അമ്മക്ക് എന്തോ സംഭവിക്കുന്നൊക്കെ പറയണേ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എന്തെങ്കിലും വയ്യാഴിയ തോന്നുന്നുണ്ടോ അമ്മേ? മോനോട് ഇത് ആരാ പറഞ്ഞേ? മോൻ അടുത്തേക്ക് വാ. വാ. വേണ്ട അമ്മേ, ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ മഴ നിൽക്കുകയാണമ്മേ. എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എനിക്ക് ഒരിക്കലും കിട്ടുന്നില്ലമ്മേ. ഒരാൾക്ക് പോലും എന്നെ ഇഷ്ടാവുന്നില്ലമ്മേ. എന്താ അമ്മേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഇംഗ്ലീഷില് അതിനൊരു പേരിട്ടിട്ടുണ്ട്, ജിങ്സ്. ജിങ്സാ എന്ന് പറഞ്ഞ എന്താ അമ്മേ? വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിന് തൊട്ടു മുമ്പ് ചെറിയ ചെറിയ തടസ്സങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്നാ ഒരു നാൾ